അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ലിസാനുൽ ഖുർആനിലെ രണ്ടാമത്തെ പാഠമായ മാ ഹദറൻ നൗഫലു, നൗഫൽ വന്നില്ല, നൗഫർ ഹാജരായില്ല എന്നുള്ള പാഠത്തിലെ തദ്രീബാത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി കുറച്ച്. അതിന്റെ ബാക്കിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ കുട്ടികളും ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതിന്റെ ബാക്കിയാണ്. അപ്പൊ പുസ്തകത്തിൽ ആ ബോക്സ് നോക്കാം, നുലാഹിദുൽ ജദ്വലു വനുകമ്മിലുഹു അല്ലെ. നമുക്ക് ഈ പട്ടിക ശ്രദ്ധിക്കാം, എന്നിട്ട് എന്താവാ പൂരിപ്പിക്കാന്നുള്ളതാണ് ചോദ്യം. ഒരു പട്ടിക നോക്കി, അതിലൊരു കോളത്തിൽ കാണാം ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത ഫഅൽന, ഫുള്ള് സർഫാക്കണത്. എന്നിട്ട് അപ്പുറത്ത് കത്തബ എന്നുള്ളതിൽ ഒരുപാട് സ്പേസ് ഉണ്ടാവും. അതുപോലെ തൊട്ടപ്പുറത്ത് കാണാം മാ ഫഅല മാ ഫഅല മാ ഫഅലു മാ ഫഅലത്ത് മാ ഫഅലത മാ ഫഅൽന മാ ഫഅൽത മാ ഫഅൽതുമാ മാ ഫഅൽതും മാ ഫഅൽതി മാ ഫഅൽതുമാ മാ ഫഅൽതുന്ന മാ ഫഅൽതു മാ ഫഅൽന എന്നിങ്ങനെ മാദി മൻഫി സർഫാക്കണ രൂപവും ഉണ്ട് അല്ലെ. അപ്പൊ ഈ ആദ്യം കൊടുത്ത ഫഅല സർഫാക്കണ രൂപത്തിൽ കത്തബ പൂരിപ്പിക്കാണ് വേണ്ടത്, അതേമാതിരി. അപ്പൊ നേരെ പുറത്തെ കോളത്തിൽ അതേമാതിരി എന്താവുക പൂരിപ്പിച്ചെടുക്കുക. കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത എന്ന് പറഞ്ഞ് കത്തബിന വരെ എന്താവുക പൂരിപ്പിച്ചെടുക്കുക. കത്തബ്തു കത്തബിന വരെ ട്ടോ. അതുപോലെ രണ്ടാമത്തേല് മൻഫി സർഫാക്കുണ്ടല്ലോ, മാഫാല മാഫാല ഉണ്ട്. അതേമാതിരി എന്താവുക കത്തബ സർഫാക്കുക. മാ കത്തബ മാ കത്തബ മാ കത്തബു മാ കത്തബത്ത് മാ കത്തബത്ത മാ കത്തബിന എന്നുള്ള രൂപത്തില് സർഫാക്കിയിട്ട് മാ കത്തബ്തു മാ കത്തബ്ന വരെ എന്താവുക എഴുതുക. ഇനി നമ്മൾ പൂരിപ്പിച്ചത് ശരിയാണോ ഇല്ലയോ നോക്കട്ടോ. അപ്പൊ സ്ക്രീനിൽ കാണുന്ന ബോക്സ് നോക്കിയിട്ട് നമ്മൾ പൂരിപ്പിച്ചത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കുക. നളഉ അലാമത അമാമൽ ഫിഇലിൽ മുസ്ബത്തി വ അലാമത അമാമൽ ഫിഇലിൽ മൻഫി. അവ ഫിഇല് മുസ്ബത്ത് അഥവാ മാ ഇല്ലാത്ത ഫീല്, ഫസ്റ്റ് മാ വരാത്ത ഫീല്, അങ്ങനെ വരുന്ന ഫീലിന്റെ നേരെ എന്താവുക റൗണ്ട് വരച്ചു കൊടുക്കുക. ഉദാഹരണത്തിന്റെ നേരെ. ഇനി ഫിഇല് മൻഫി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അഥവാ മാദിയുടെ മുമ്പ് മാ വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നിക്കണമെങ്കിൽ അതിന്റെ നേരെയുള്ള കോളത്തിൽ സ്റ്റാർ വരച്ചെടുക്കാനാണ്. അപ്പൊ ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. ഹറജ തുല്ലാബു ഇലൽ മദ്രസത്തി മുബക്കിരീന. ഹറജ അല്ലെ, വിദ്യാർത്ഥികൾക്ക് മദ്രസയിലേക്ക് നേരത്തെ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഹറജ എന്നുള്ള ഫീല് അതിന്റെ മുമ്പ് മാ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആ ഫീൽ എന്ത് ഫീലാണ്? ഫീല് മുസ്ബത്താണ്. അപ്പൊ അതിനെന്താണ് വരച്ചെടുക്കേണ്ടത്? റൗണ്ട് വരച്ചെടുക്കട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. മാ തറക്കൻ നൗഫലുൻ സ്വലാത്തൻ മക്തൂബത്തുൻ. നൗഫൽ ഒറ്റ ഫർലാക്കപ്പെട്ട നിസ്കാരം എന്തായിട്ടില്ല? ഉപേക്ഷിച്ചിട്ടില്ല. മാ തറക്ക, അപ്പൊ ഫീലിന്റെ മുമ്പ് എന്ത് വന്നു? മാ വന്നു. അപ്പൊ ഫീലിന്റെ മുമ്പ് മാ വന്നാൽ അതിന് എന്തെന്ന് പറയാ? ഫീല് മൻഫി. അപ്പൊ അതിന്റെ നേരെ എന്താണ് വരച്ചെടുക്കേണ്ടത്? സ്റ്റാർ. ഇനി അടുത്തത് എന്താണ്? ഹളറ ജമീഉ തുല്ലാബു ഫീ മജ്ലിസിൽ ദിക്രി. എല്ലാ വിദ്യാർത്ഥികളും ദിക്റിന്റെ മജ്ലിസില് ഹാദിറായി. എല്ലാ വിദ്യാർത്ഥികളും ദിക്റിന്റെ മജ്ലിസിൽ എത്തി എന്നർത്ഥം. എത്തി, വന്നു, ഹാദിറായി എന്നൊക്കെ അർത്ഥം. അപ്പൊ ഹളറ, ഹളറ എന്ന് പറഞ്ഞ ഫീലിന്റെ മുമ്പ് മാ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ മാ വന്നിട്ടില്ല എങ്കിൽ എന്താണ് അവിടെ ചെയ്തു കൊടുക്കേണ്ടത്? ആ ഫീലിന് എന്താ പറയാ? ഫീല് മുസ്ബത്ത്. ഫീല് മുസ്ബത്ത് ആവുമ്പോ അതിന്റെ നേരെ എന്താ ചെയ്യേണ്ടത്? നേരെയുള്ള കോളത്തില് റൗണ്ട് വരച്ചെടുക്കട്ടോ. ഇനി നാലാമത്തതാണ് മാ കദബൻ ഇഹ്സാൻ. ഇഹ്സാൻ എന്തായിട്ടില്ല? കളവ് പറഞ്ഞിട്ടില്ല. അപ്പൊ മാ കദബ, കളവ് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഫീലിന്റെ മുമ്പ് എന്ത് വന്നു? മാ വന്നു. മാ വന്നാൽ ആ ഫീലിന് എന്തെന്നാ പേര് പറയാ? ഫീല് മൻഫി. അപ്പൊ ഫീല് മൻഫി ആണെങ്കിൽ അതിന് നേരെയുള്ള കോളത്തിൽ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റാർ വരച്ചെടുക്കട്ടോ. ഇനി നേരെ സ്ക്രീനിൽ നോക്കുക. നിങ്ങൾ ചെയ്ത ഉത്തരങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കട്ടോ. ഒക്കെ ശരിയല്ലേ? ഓക്കെ, എന്നാ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നുഹവ്വിലുൽ ഫിഅലൽ മാദിയ അൽ മുസ്ബത ഇലൽ മൻഫി വനക്തുബുഹു കമാ ഫിൻ നമൂദജി. അവ താഴെ തന്നതുപോലെ എഴുതാനാണ്. മാദിയ മുസ്ബത്തായ ഫീലിന് എന്താവുക? എന്താ മൻഫിയിലേക്ക് തെറ്റിച്ചിങ്ങാണ്ട് താഴെ തന്ന രൂപത്തിൽ എഴുതുക. അപ്പൊ ഒന്നാമത്തെ ഉദാഹരണം നോക്കുക. റജ ജമീഉ തലാമീദ്. അതിൽ റജ എന്നുള്ളതാണ് ഫീല് മാദി. ആ ഫീല് മാദി മാ വന്നിട്ടില്ലല്ലോ. അപ്പൊ എന്താണ്? ഫീല് മാദി മുസ്ബത്താണ്. ഇനി അതിനെന്താവണം? മൻഫി ആക്കണം. അപ്പൊ ഒരു ഫീല് മാദി മുസ്ബത്തിനെ മൻഫിയാക്കാൻ എന്താ ചെയ്യേണ്ടത്? മാദിയായ ഫീല് മുസ്ബത്താണെങ്കിൽ അതിന് മൻഫിയാക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിന് മുമ്പ് ഒരു മാ ചേർത്ത് കൊടുക്കുക. അപ്പൊ അപ്പുറത്തെ ഉദാഹരണം നോക്കി നിങ്ങൾ. മാ റജ ജമീഉ തലാമീദ്, ആ രൂപത്തിലാണ് എഴുതേണ്ടത്. വളരെ സിമ്പിൾ അല്ലേ? മുസ്ബത്തിനെ മൻഫിയാക്കാന് എന്ത് ചെയ്താൽ മതി? ആ ഫീലിന് മുമ്പ് ഒരു മാ ചേർത്ത് എഴുതിയാൽ മതി. അപ്പൊ മുസ്ബത്ത് എന്താവും? മൻഫിയാവും. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കി. ഹറജത്തി തോലിബത്തു ഇല സൊഫി അല്ലെ. തോലിബത്തു ഇല സൊഫി, അവിടെ ഹറജ, ഹറജത്തി എന്നാണ് എന്ത് ഫീല് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ മൻഫിയാക്കണം. അപ്പൊ ഇനി എന്താ ചെയ്യാ? മാ ചേർത്ത് കൊടുക്കണം. എവിടെ ചേർത്ത് കൊടുക്കേണ്ടത്? തോലിബിന്റെ മുമ്പാണോ? സൊഫിന്റെ മുമ്പാണോ? അല്ല. എവിടെ ചേർത്ത് കൊടുക്കണ്ടേ? ഹറജ എന്നുള്ള ഫീൽ ഉണ്ടല്ലോ, അതിന്റെ മുമ്പാണ് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പൊ എങ്ങനെ എഴുതാ? മാ ഹറജത്തി തോലിബത്തു ഇല സൊഫി, അതാണ് അതിന്റെ ആൻസർ വരും കേട്ടോ. ഇനി മൂന്നാമത്തേത് നോക്കാം.
അൽ വാലിദാനി അക്കലൽ മൗസ്, രണ്ട് കുട്ടികൾ ആൺകുട്ടികൾ എന്തായി, അക്കലൽ മൗസ് പഴം എന്തായി, വാഴപ്പഴം തിന്നു എന്നാണ് പറയണേ. അപ്പോ അവിടെ ഫീൽ ഏതാണ്, അക്കല എന്നാണ് എന്ത് ഫീല്. അപ്പൊ മുസ്ബത്തായ ഫീലാണ്. ഞാൻ എന്ത് കാട്ടണം, മൻഫി ആക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, മാ ചേർത്ത് കൊടുക്കണം. എവിടെ ചേർത്ത് കൊടുക്കണ്ടേ, വാലിദാനിന് മുമ്പാണോ, അല്ല. മൗസിന്റെ മുമ്പാണോ, അല്ല. ഫീൽ ഏതാണ്, അക്കല എന്നുള്ളതല്ലേ ഫീല്. അപ്പൊ അതിന്റെ മുമ്പ് ചേർത്ത് കൊടുക്കണം. അപ്പൊ എന്താ ഉത്തരം വരിക, മാ അക്കല. അപ്പൊ അൽ വലദാനി മാ അക്കലൽ മൗസ എന്നാണ് ആൻസർ വരിക കേട്ടോ. ഇനി അതില് നാലാമത്തത് അൽ ബനാത്തു ജലസ്ന അലൽ മക്കളതി, പെൺകുട്ടികള് ബെഞ്ചിലിരുന്നു എന്നർത്ഥം. അൽ ബനാത്ത് പെൺകുട്ടികൾ, ജലസ്ന അവർ ഇരുന്നു. ആ ഒരു കൂട്ടം പെൺകുട്ടികൾ എന്തായി, ഇരുന്നു, അലൽ മക്കളതി ബെഞ്ചിന്റെ മേലില്. അപ്പോ ഇവിടെ ഫീൽ ഏതാണ്, ഇരുന്നു എന്നുള്ളത് ഏതാണ്, ജലസ അല്ലേ. ഞാൻ അതിനെന്താക്കണം, മൻഫിയാക്കണം. ആ മുസ്ബത്തായ ഫീലിനെ മൻഫിയാക്കാൻ എന്താ ചെയ്യണ്ടേ, ഫസ്റ്റ് അതിന്റെ മുമ്പിൽ എന്ത് ചേർത്ത് കൊടുത്താൽ മതി, മാ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ മാ ജലസ്ന എന്നാക്കിയാൽ എന്തായി, മൻഫിയായി. അപ്പൊ ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണോ എന്ന് നോക്കട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നുകമ്മിലുൽ ഫറാഅ ബിൽ ഫിഅലിൽ മുനാസിബി മിമ്മാ ബൈനൽ കൗസൈനി, വിട്ടഭാഗം പൂരിപ്പിക്കാനാണ് ഫീല് കൊണ്ട്. എങ്ങനെ, യോജിച്ചതായ ഫീല് കൊണ്ട് വിട്ടുഭാഗം പൂരിപ്പിക്കണം. മിമ്മാ ബൈനൽ കൗസൈനി, ആ ബ്രാക്കറ്റ് കൊടുത്ത, ആ ബോക്സ് കൊടുത്ത്, ആ കോളങ്ങളിൽ കൊടുത്തുണ്ടല്ലോ, അതിൽ രണ്ടാലൊന്ന് കൊണ്ട് പൂരിപ്പിക്കാനാണ്. അപ്പൊ അതിൽ ഒന്നാമത്തത് അൽ മുജ്തഹിദൂന മാ ഫിൽ ഇംതിഹാൻ, അൽ മുജ്തഹിദൂന പരിശ്രമിച്ചവർ, മാ ഫിൽ ഇംതിഹാൻ പരീക്ഷയിൽ. ഇനി തോറ്റിട്ടില്ല എന്നാണ്. റസബു എന്ന് പറഞ്ഞാല് അവർ തോറ്റിട്ടില്ല. റസബിന എന്ന് പറഞ്ഞാല് ആ സ്ത്രീകൾ എന്തായിട്ടില്ല, ആ ഒരു കൂട്ടം പെൺകുട്ടികൾ തോറ്റിട്ടില്ല എന്നർത്ഥം. അപ്പൊ എന്താ വരിക, റസബു എന്നല്ല വരിക. അപ്പൊ അൽ മുജ്തഹിദൂന മാ റസബു എന്നാട്ടോ വരിക. രണ്ടാമത്തത് മാ ഡാഷ് ഫാത്തിമത്തു ഷായ അംസി, ഫാത്തിമ കുടിച്ചിട്ടില്ല എന്നാണ് വരിക, ചായ കുടിച്ചിട്ടില്ല. ഫാത്തിമ ഇന്നലെ ചായ കുടിച്ചിട്ടില്ല എന്നാണ് അർത്ഥം വരിക. അപ്പൊ അവിടെ മാന്നുണ്ട്. അപ്പൊ അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബ്രാക്കറ്റിൽ നോക്കണം. അവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, ഷെരിബാന്നുണ്ട്, ഷെരിബത്ത് എന്നുണ്ട് അല്ലെ. ഫാത്തിമ എന്നുള്ളത് എന്താണ്, പെണ്ണല്ലേ. എത്ര ആളുണ്ട്, ഒരാളുണ്ട്. അപ്പൊ ഏതാ വരിക, ഷെരിബ ഷെരിബു ഷെരിബത്ത്, ഏതാ വരിക, ഷെരിബത്ത്. അപ്പൊ മാ ഷെരിബത്ത് ഫാത്തിമത്തു ഷായ അംസി എന്നാണ് വരിക കേട്ടോ. അടുത്തതാണ് മാ ഡാഷ് തോലിബു വക്തദർസി, അഥവാ പഠന സമയം വിദ്യാർത്ഥി കളിച്ചില്ല എന്നാണ് അർത്ഥം വരിക. തോലിബ് പറഞ്ഞ വിദ്യാർത്ഥി ഒരാളാണല്ലോ, വക്ത് ദർസി പഠന സമയത്ത് എന്തായിട്ടില്ല, കളിച്ചിട്ടില്ല എന്നാണ് വരിക. അപ്പൊ എന്താ വരിക, വിദ്യാർത്ഥി എന്ന് പറയുമ്പോ ആണാണല്ലോ അല്ലെ. അപ്പോ ലഇബ, അപ്പൊ എന്താ വരിക, മാ ലഇബ ത്വാലിബു വക്ത് ദർസി, പഠന സമയം വിദ്യാർത്ഥി കളിച്ചില്ല. അപ്പൊ എല്ലാ ആൻസറും ശരിയാണോ നോക്കട്ടോ, എന്നിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യമാണ് നുസദ്ദിഫ്, നമുക്ക് സർഫാക്കാം. അപ്പൊ നൽകപ്പെട്ട ഫീലുകൾ എന്താവുക, നമ്മൾ സർഫാക്കുക. ഫഅലു എന്നുള്ളത് നമ്മൾ സർഫാക്കിയാലോ, ആ രൂപത്തിൽ സർഫാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മളിങ്ങനെ ഫഅൽതു ഫഅൽന വരെ സർഫാക്കൂലേ, അതേമാതിരി സർഫാക്കുക. നസറ നസറ നസറു നസറത്ത് നസറത നസർന നസർത്ത നസർത്തുമാ നസർത്തും നസർത്തി നസർത്തുമാ നസർത്തുന്ന നസർത്തു നസർന എന്നുള്ള രൂപത്തില്. അതുപോലെ മാഫാല നമ്മൾ സർഫാക്കിയില്ലേ, ആ രൂപത്തില് മാദഹബ മാദഹബ മാദഹബു മാദഹബത്ത് മാദഹബത്ത മാദഹബ്ന അങ്ങനെ അവസാനം വരെ എന്താവുക, സർഫാക്കാനാണ് ട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നഖ്റഉൽ ആയാതി താലിയ, താഴെയുള്ള ആയത്തുകൾ എന്താവാം നമുക്ക് വായിക്കാം. വനഖുത്തു, എന്നിട്ട് നമുക്ക് വരക്കാം. തഹ്തൽ അഫ്ആലിൽ മാദിയിൽ മുസ്ബത്തിയ, മാദി മുസ്ബത്തായ ഫീലിന്റെ താഴെ നമുക്ക് എന്താവാം, ഒരു വര വരച്ചു കൊടുക്കാം. വനർസുമു, നമുക്ക് എന്താവാം വരക്കാം. ദാഇറത്തൻ, എന്ത്, റൗണ്ട് വരച്ചു കൊടുക്കുക. ഹൗലൽ അഫ്ആലിൽ മൻഫിയ, മൻഫിയായ ഫീൽ ഉണ്ടല്ലോ അതിന് ചുറ്റും എന്താവുക, ഒരു റൗണ്ടും വരച്ചു കൊടുക്കുക. അപ്പോ മുസ്ബത്തായ ഫീൽ എന്ന് പറഞ്ഞാൽ മാ ഇല്ലാത്തത്, മൻഫിയായ ഫീൽ പറഞ്ഞാല് മാ ഉള്ളത്. അപ്പൊ ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. ഖലക്കൽ ഇൻസാന മിൻ ഹലക്ക്, അതിൽ ഖലക്ക എന്നുള്ളടത്ത് മാ വന്നിക്കണോ, ഇല്ല. അപ്പൊ എന്താണ്, മുസ്ബത്തായ ഫീലാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, അതിന്റെ അടിയിൽ ഒരു വര വരച്ചു കൊടുക്കുക. രണ്ടാമത്തെ ഉദാഹരണത്തില് മാ വല്ല സ്വാഹിബുക്കും വമാ ഓവ, അപ്പൊ മാ വല്ല, അതുപോലെ മാ ഓവ. അപ്പൊ എന്താ ചെയ്യാ, മാ വന്നുകൊണ്ടല്ലേ രണ്ടിടത്തും. മാ വന്നാൽ എന്താണ്, മൻഫിയായ ഫീലാണ്. മൻഫിയായ ഫീലാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, വട്ടം വരച്ചു കൊടുക്കണം, റൗണ്ട് വരച്ചു കൊടുക്കണം. മാ വല്ല എന്നുള്ളതിനും മാ ഓവ എന്നുള്ളതിനും എന്താണ്, റൗണ്ട് വരച്ചു കൊടുക്കട്ടോ. വമാ ഖതലൂഹു യക്കീന, അതുപോലെ ബൽ റഫഉല്ലാഹു ഇലൈഹി. ഈ രണ്ട് ഉദാഹരണങ്ങളും മനസ്സിലാക്കിയിട്ട്
ചെയ്യുക. മാ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് മൻഫിയാണ്, ഇല്ലെങ്കിൽ മുസ്ബത്താണെന്ന് മനസ്സിലാക്കി വേണ്ട രൂപത്തിൽ ചെയ്യുക. ക്ലാസ് മനസ്സിലായാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.